സഹോദരങ്ങളെ, കർബല യുദ്ധം അവസാനിച്ചു. കർബല യുദ്ധം കഴിഞ്ഞു. അങ്ങനെ കൂഫ, ബസറ, ഇറാഖ് എന്നീ നാടുകളിൽ, ശ്രദ്ധികളെ, കൂഫയിലും ഇറാഖിലും ബസറയിലും അന്നത്തെ രാജാവായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ യസീദ് ഒരു 144 പാസ്സാക്കിയിരിക്കുകയാണ്. 144 നമുക്കറിയാലോ, കൊറോണ സമയത്തൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല, അതുപോലെ കടകൾ തുറക്കാൻ പാടില്ല, ഒക്കെ നിയമങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. എന്നാൽ ഈ യസീദ് എന്ന രാജാവ് അദ്ദേഹം ഒരു 144 പാസ്സാക്കിയിരിക്കുകയാണ്. തന്റെ കീഴിൽ ഭരിക്കുന്ന ഗവർണറായിരിക്കുന്ന ഇബ്നു സിയാദ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഗവർണർ എന്ന് കൂഫ തലസ്ഥാനമായിക്കൊണ്ട് തന്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നാട്ടിലും ഈ നിയമം പാസ്സാക്കി. എന്താണ് നിയമം അറിയോ? മഹാനായിരിക്കുന്ന ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും കുറിച്ചുകൊണ്ട് അനുകൂലമായി ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ കുറിച്ചുകൊണ്ട് ഒന്നും അനുകൂലമായി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇബ്നു സിയാദ് ചെയ്യാൻ പോകുന്ന, കൊടുക്കാൻ പോകുന്ന ശിക്ഷ സെൻട്രൽ ജയിലിൽ അവനെ കൊണ്ടുപോയി താഴ്ത്തുന്ന പണിയാണ് ഈ രാജാവ് ഇബ്നു സിയാദ് എന്ന ഈ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിനോട് സ്നേഹമുള്ള ആളുകൾക്ക് വല്ലാത്ത മനപ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാണ്. ആ സംഭവം ബഹുമാനപ്പെട്ട കവി അവர்கள் ഇപ്രകാരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് ശ്രദ്ധിച്ചാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, നടത്തിയുടെ ഹുസ്നറ്റ അതകദസനുമ നബിനിടദതു മുരൈപെടുവരശിരമ യടുകുമേ തലവും ബിടുകുമേ അവൈ ഭയന്നുണ്ടും ഉരിയാതാതിരിക്കും നാടിൽ അന്തേ ഐതകളുളവലെ പുതുൽ ചെരൂര അറിവെ കലമതി പെരുട്ടിടുന്നവര അരി ഹുസൈൻ വനീരിൽ പിരിശരുമേര തവർ തല്ല താന തുലൈമുല്ല. ഞാൻ പാടി മനസ്സിലാകുന്നത് നിങ്ങൾ ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അർത്ഥം ഞാൻ പറയാം. നാം പറഞ്ഞല്ലോ, ഈ ഇബ്നു സിയാദ് ഈ നിയമം പാസ്സാക്കിയപ്പോ മഹാനായിരിക്കുന്ന ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനോടും കുടുംബത്തിനോടും പ്രിയമുള്ള ആളുകൾക്ക് ഇത് വല്ലാത്ത ദുഃഖമായി, വല്ലാത്ത ടെൻഷനായി. എന്നാൽ ആ കാലഘട്ടത്തിൽ കൂഫയിൽ ഒരു ശാലയിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഓത്തുപള്ളിയാണ്. ഓത്തുപള്ളിയിലെ പരിശുദ്ധമായിരുന്ന ദീന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൊല്ലാക്കയുണ്ട്. അയാളുടെ പേരെന്തെന്നറിയോ? ഉമൈർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ മദ്രസ സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് ഓത്തുപള്ളിയായിരുന്നല്ലോ. എന്നാൽ ഈ ഓത്തുപള്ളി അധ്യാപകനായിരിക്കുന്ന ഉമൈർ മൊല്ലാക്ക ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഹബീബായിരിക്കുന്ന പ്രവാചകരുടെ കുടുംബത്തോടുള്ള സ്നേഹം വല്ലാത്ത തന്റെ മനോമുഖരത്തിലുണ്ട്. ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനെയും കുടുംബങ്ങളെയും കർബലയിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ രംഗം ഓർക്കുമ്പോൾ മൊല്ലാക്കാക്ക് യാതൊരു സമാധാനവുമില്ല. അദ്ദേഹം വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഉമൈർ മൊല്ലാക്ക ഓത്ത് പഠിപ്പിക്കുന്ന ഓത്ത് പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹം ഉമൈർ മൊല്ലാക്കയോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട മൊല്ലാക്ക, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, നിങ്ങൾ എനിക്ക് അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ ഉമൈർ മൊല്ലാക്ക അവിടുന്ന് ആ മനുഷ്യന്റെ ദാഹം തീരുവോളം വെള്ളം അയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലഅനല്ലാഹു ളാലിമൽ ഹുസൈനി വമാലിഹി ശുർബൽ മാ എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. അല്ലാഹുവേ, ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിനും അവരുടെ കുടുംബങ്ങൾക്കും വെള്ളത്തെ വിലങ്ങിയവരെ നീ ശപിക്കണേ എന്ന് മഹാനായിരിക്കുന്ന ഉമൈർ മൊല്ലാക്ക അങ്ങ് പറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. അതായത് ഉസൈർ റളിയല്ലാഹു തആല അൻഹു കുടുംബത്തിൽ ഉസൈർ റളിയല്ലാഹു അനുകൂലമായി സംസാരിച്ചു. ഉസൈർ റളിയല്ലാഹു തആല അൻഹുക്ക് വെള്ളം വിലങ്ങിയവരെ അദ്ദേഹം ശപിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞപ്പോ ഈ ഉമൈർ മൊല്ലാക്കാന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓത്തുപള്ളിയിൽ ഇരിക്കുന്ന ഒരു മകൻ, ഒരു കുട്ടിയുണ്ട്. അവൻ എണീറ്റിട്ട് പറഞ്ഞു, അല്ല ഉമൈർ മൊല്ലാക്ക, നിങ്ങൾക്കറിയൂലേ ഇവിടെ കൂഫയിലെ നിയമം? നിങ്ങൾക്കറിയൂലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉസൈർ റളിയല്ലാഹു അൻഹുവിന് വെള്ളം വിലങ്ങിയവരെ നിങ്ങൾ ശപിച്ചത്? നിങ്ങൾക്കറിയുമോ? എന്റെ പിതാവ് അബൂ സിനാൻ എന്റെ പിതാവ് നിങ്ങൾക്കറിയുമോ? ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലെ പട്ടാളക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾ
ഉസൈർ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായി സംസാരിച്ച വിവരം ഞാൻ കൊട്ടാരത്തിൽ പോയി എന്റെ ഉപ്പയോട് പറയുമെന്ന് ഈ മൊല്ലാക്കയോട് ഈ ഉസ്താദിനോട് കുട്ടി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മോനെ ഉസ്താദ് അറിയാതെ പറഞ്ഞു പോയതാ, നീ ഒന്ന് മാപ്പാക്കണം. അതുകൊണ്ട് നീ നിന്റെ ഉപ്പയോട് പോയിട്ട് വിവരം പറയരുത്, ഇനി ഒരിക്കലും ഞാൻ പറയൂല എന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉമൈർ മൊല്ലാക്ക താന്നുകൊണ്ട് പറഞ്ഞു. കാരണം എന്തറിയോ, ഇതെങ്ങാനും ഇബ്നു സിയാദ് അറിഞ്ഞാൽ ഉമൈർ മൊല്ലാക്കാനെ പിടിച്ചുകൊണ്ടുപോകും, ജയിലിൽ കൊണ്ടുപോയി അടക്കും. അതുകൊണ്ട് തന്നെ ഉമൈർ മൊല്ലാക്ക വളരെ ലാളനയോടെ സ്നേഹത്തോടെ ആ മകനോട് പറഞ്ഞു, നീ പറയരുത് മോനെ, നീ ഒരിക്കലും നിന്റെ ഉപ്പയോട് പോയിട്ട് ഈ വിവരം പറയരുതേ. എന്നാല് അങ്ങനെ തൽക്കാലം ആ പ്രശ്നം അവിടെ അടങ്ങി. അങ്ങനെ ഓത്തുപള്ളിയെല്ലാം വിട്ടു. ഉമൈർ മൊല്ലാക്ക ആ ഓത്തുപള്ളി ഇരിക്കുകയാണ്. മദ്രസ എല്ലാം വിട്ട് ഓത്തുപള്ളിയെല്ലാം വിട്ടിട്ട് കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോകുന്നു. അബൂ സിനാൻ എന്ന് പറഞ്ഞ ഈ പട്ടാളക്കാരന്റെ മകനുണ്ടല്ലോ, അവന് ഓത്തുപള്ളി വിട്ട് വീട്ടിലേക്ക് പോയില്ല. ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ കയറി അവന്റെ വസ്ത്രങ്ങളിലേക്കെല്ലാം ചടിയും മണ്ണും ഒക്കെ വാരി വിതറിക്കൊണ്ട് വസ്ത്രങ്ങളൊക്കെ അവൻ പിച്ച് കീറിക്കൊണ്ടതാ മദ്രസ വിട്ടിട്ടും ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കണ്ണിൽ കൃത്രിമ കണ്ണുനീരുമായി അവൻ ആർക്ക് നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ അവൻ്റെ ഉമ്മ ചോദിച്ചു, അല്ല മോനെ, എന്ത് നിനക്ക് നേരം വൈകിയത്? സംഗതിയൊക്കെ പറഞ്ഞു. ഉമ്മ, ഇന്ന് ഓത്തുപള്ളിയിലേക്ക് ഒരാൾ വെള്ളത്തിന് വേണ്ടി വന്നു. ആ മനുഷ്യനിക്ക് ഉമൈർ മൊല്ലാക്ക വെള്ളം കൊടുത്തു. എന്നിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിന് വെള്ളത്തെ വിലങ്ങിയവനെ ശപിച്ചു ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്കറിയൂലേ ഇതിവിടെ പറയാൻ പാടില്ല. അത് പറഞ്ഞപ്പോൾ എന്നെ ഉസ്താദ് അടിച്ചു ഉമ്മ, എന്നെ കൊല്ലാൻ വേണ്ടി വരെ ഉമ്മ ഉസ്താദ് ഒരുങ്ങി. ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ് ഉമ്മ എന്ന് ഉമ്മയോട് ഈ മകൻ എന്ന് പറഞ്ഞപ്പോ, സഹോദരങ്ങളെ സഹോദരിമാരെ, എന്തായിരിക്കും അപ്പൊ അവസ്ഥ അല്ലെ? നമ്മുടെ മക്കളൊക്കെ മദ്രസ വിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വീട്ടിലേക്ക് നിലവിളിച്ച് വന്നാല് എന്തായിരുന്നു നമ്മുടെ ഉമ്മമാരുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസ്ഥ? അപ്പോ ആരാണ് നിന്നെ തല്ലിയത്? ആ സമയത്ത് ഉപ്പായം കൂട്ടി ആ മദ്രസ വിടുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള സംഭവമൊക്കെ. എന്നാൽ ഈ കുട്ടി ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നു, മോനെ, എങ്കിൽ നമുക്ക് വേഗത്തില് കൊട്ടാരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആ ഇബ്നു സിനാന്റെ ആ കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് മാതാവ് നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് പട്ടാളക്കാരനായ എന്റെ ഉപ്പയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടിയെ ഉമൈർ മൊല്ലാക്ക യാതൊരു കാരണവും കൂടാതെ ശക്തമായി അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊരു പ്രതികാരം വീട്ടണമെന്ന് ഉപ്പയോട് അബൂ സിനാനോട് പറഞ്ഞപ്പോൾ അബൂ സിനാൻ നേരെ പോയിട്ട് ഇബ്നു സിയാദിനോട് പറഞ്ഞു. ഇബ്നു സിയാദിന്റെ കൽപ്പന എത്രയും പെട്ടെന്ന് ഉമൈർ മൊല്ലാക്കാനെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഹാജരാക്കുക. ഉമൈർ മൊല്ലാക്ക ഓത്തുപള്ളി വിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല. ഈ നേരത്താണ് കുതിരക്കുളമ്പടിയുമായിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് പട്ടാളക്കാർ വരുന്നു. പാവപ്പെട്ട ഉമൈർ മൊല്ലാക്കാനെ അവരെ വന്നുകൊണ്ട് മർദ്ദിക്കുന്നു. കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ട് നേരെയതാ മൊല്ലാക്കാനെ ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇബ്നു സിയാദിന്റെ മുമ്പിൽ, രാജാവിന്റെ മുമ്പിൽ, ഇബ്നു സിയാദിന്റെ മുമ്പിൽ ഈ മൊല്ലാക്കയെ കൊണ്ടുചെന്നു. ഉമൈറിനോട് പറഞ്ഞു, അല്ല മൊല്ലാക്ക, നിങ്ങൾക്കറിയൂലേ ഇവിടെ ഗ്രൂപ്പീസം പറയാൻ പാടില്ലെന്ന്? ഉസൈർ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തിനെയും അനുകൂലമായി സംസാരിക്കാൻ പാടില്ല, നിങ്ങൾക്കറിയൂലേ? അതുകൊണ്ട് നിങ്ങൾക്കിതാ ശിക്ഷ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞ് മഹാനായ ആ പാവപ്പെട്ട ഉമൈർ മൊല്ലാക്കയെ അവിടെയുള്ള പട്ടാളക്കാരടിക്കുകയാണ്. അടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശക്തമായി മുറിവേൽപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു പട്ടാളക്കാരോട്, എത്രയും പെട്ടെന്ന് ഉമൈറിനെ നിങ്ങൾ സെൻട്രൽ ജയിൽ കൊണ്ട് താഴ്ത്തുക എന്ന് രാജാവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ കണ്ട നേരമിൽ വിണ്ടവൻ അടിയണ്ടതാൽ ചിലർ ചെണ്ടതായി മണ്ടയിൽ കരം കൊണ്ടതായി കഷ്ടമാ ബഹു ദുഷ്ടതടി നഷ്ടമാൽ മുറിച്ചെണ്ടതായി കേടനിൽ അവർ പിണ്ടതായി. ഉമൈർ മൊല്ലാക്കാനെ മർദ്ദിച്ചുകൊണ്ട് ആ സെൻട്രൽ ജയിലിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ താഴ്ത്താൻ പോവുകയാണ്. സെൻട്രൽ ജയിൽ എന്ന് പറയാൻ എങ്ങനെ അറിയുമോ? മണ്ഡകം മതി ചെണ്ടിടാൻ കുറെ ഉണ്ട് കോണിയും പാരമേ കണ്ട് താനടി പാരമേ. 50ഓളം സ്റ്റെപ്പുകളുള്ള ഒരു ഭൂമിയുടെ അടിഭാഗത്തേക്ക് കളച്ചുണ്ടാക്കിയതായ ഒരു അണ്ടർഗ്രൗണ്ട്, അതാണ് ജയിൽ. ആ ജയിലിലേക്കാണ് ഈ പാവപ്പെട്ട ഉമൈർ മൊല്ലാക്കാനെ ആ ഇബ്നു സിയാദിന്റെ പട്ടാളങ്ങൾ താഴ്ത്തുന്നത്. അദ്ദേഹം കോണി സ്റ്റെപ്പുകൾ ഓരോന്ന് ഇറങ്ങി ആ സെൻട്രൽ ജയിലിന്റെ അടിയിലേക്ക് എത്തി.
അദ്ദേഹം ജയിലിലേക്കൊന്ന് ഇറങ്ങിയിട്ടെങ്കിലും നോക്കുക 4 ഭാഗത്തേക്കും നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലായി ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശരീരമാസകലം ചങ്ങലയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് തിരിയാനും അറിയാനും കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കുറെ ആളുകളെ കാണുകയാണ്. കണ്ടവരെല്ലാരും തേട്ടമാ കശിക്കാലും കേണി തീട്ട് പാട്ടമാൽ ഉണ്ടാതിയിൽ ഒരു പേരുമാ ഓക്ക് കെട്ടവരെല്ലാരും ഏറുമാ മണ്ടൈ വീളുന്തിടെ കഷ്ടമാൽ മറിഞ്ഞിട്ടനങ്ങാൻ ഇടം വിട്ടുമാ പണ്ടവനോടാടി ചെയ്ത മാം പറഞ്ഞിട്ടനയുന്നവർ കേതമാ. ഉമൈറുമല്ലാക്ക ആ ജയിലിനകത്ത് കിടക്കുന്ന ആളുകൾക്കിലേക്ക് ചെന്ന് നോക്കുകയാണ്. ഉമൈറുമല്ലാക്കാന്റെ കയ്യും മീൻകാലും ഈ ചങ്ങലിൽ എന്താ കാരണം അറിയങ്ങള്? ഉമൈറുമല്ലാക്കാക്ക് അവിടുന്ന് ഓടിപ്പോകാൻ വരും. കാരണം ഇവര് വയസ്സായ ആളാണ്. അതുകൊണ്ട് തന്നെ ഉമൈറുമല്ലാക്കാന്റെ കയ്യും മീൻകാലും ഈ ചങ്ങലിട്ടിട്ടില്ല. അതേങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരുപാട് ആൾ നാം പറഞ്ഞല്ലോ ചങ്ങലിൽ കിടക്കുന്നു. അങ്ങനെ തടിമാടനായ ഒരു അജാനുബാഹുവായിരിക്കുന്ന മനുഷ്യനുണ്ട് ആ ജയിലിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ കയ്യും കാലും അതുപോലെ പുറത്തൊക്കെ ചെങ്ങല ഇട്ടിട്ട് തലയൊന്ന് അടക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കാണ്. ഉമൈറുമല്ലാക്ക എന്നിട്ട് ഇവരേത് ഗ്രൂപ്പാന്ന് അറിയില്ലല്ലോ, ആരാളിക്കാണെന്ന് അറിയില്ല. ഉമൈറുമല്ലാക്ക എന്നിട്ട് ആ തടിമാടനായിരിക്കുന്ന ആളോട് പറഞ്ഞു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ മല്ലാക്കാനോട് ചോദിച്ചു അല്ല നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉമൈർ ഇബ്നു ആമിർ അൽ ഹമദാനി ഇന്നി മുഅല്ലിമു സിബിയാനിൽ കൂഫ. ഞാൻ എൻ്റെ പേര് ഉമൈർ എന്നവരാണ്, ഞാൻ കൂഫയിലെ ഒരു മതാധ്യാപകനാണ് എന്ന് ഉമൈറുമല്ലാക്ക ആ തടിമാടനായ ആളോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഹലോ ഉമൈറുമല്ലാക്ക, ഇതെന്താ നിങ്ങൾ ഇവിടെ വന്നത്? ഇത് ഓത്തുവള്ളിയൊന്നല്ലല്ലോ, ഇത് ജയിലാണ്, എന്താ നിങ്ങൾ ഇവിടെ? അപ്പൊ ഉമൈറുമല്ലാക്ക അവിടേക്ക് വരാനുള്ള സംഗതികളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഉമൈറുമല്ലാക്ക ചോദിച്ചു അല്ല നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഇവിടെ കിടക്കുന്നത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ആ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കിടക്കുന്ന ആ മനുഷ്യൻ പറയുന്നു വെള്ളി തന്താമം മുഹ്താല ബിരകുട്ടി ഹുസൈനാരിലോമേറ അല്ലൽ പെടുന്നവർ ഭാഗമായി ആട ചെയ്വ ദിനത്തെന്റെ ജോഗമായി. എന്റെ പേര് ഉമർ മുഖ്താർ എന്നവനാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അളിയനാണ് ഇദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയനാണ് മുഖ്താർ എന്നവര്. ഞാൻ എന്റെ പേര് മുഖ്താർ എന്നവനാണ്. മഹാനായിരിക്കും ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയപ്പോൾ പ്രതികാരം വീട്ടാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ ബനു ഉമയ്യ ഗോത്രക്കാരോട് ഞങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ പിടിച്ചുകൊണ്ട് ഈ ജയിലിൽ കൊണ്ടുപോയി അടച്ചതാണ്. ഞങ്ങൾ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ എതിരാളികളോട് യുദ്ധത്തിന് വേണ്ടി പോയപ്പോ ഞങ്ങളെ പിടിച്ചുകൊണ്ട് ഈ സെൻട്രൽ ജയിൽ താഴ്ത്തിയതാണ്. അപ്പം വല്ലാക്കാക്ക് സന്തോഷമായി. അൽഹംദുലില്ലാ, ഇവർ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. വല്ലാക്കാക്ക് സമാധാനമായി. അങ്ങനെ ഈ ഉമൈറുമല്ലാക്ക പിന്നെ എന്താണ് ജയിലിൽ പണി എന്നറിയുമോ? ആ കൂട്ടത്തിലെ നേതാവായിരിക്കുന്ന മുഖ്താറിന്റെ വിവരങ്ങളൊക്കെ തന്റെ കൂടെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് മൊല്ലാക്ക. കാരണം എന്താ? മൊല്ലാക്കാന്റെ കയ്യും കാലും ചങ്ങലയില്ല, അതുകൊണ്ട് മൂപ്പർക്ക് നടക്കാനും ഇരിക്കാനും കഴിയുന്നുണ്ട്. മറ്റുള്ളവർക്കാണെങ്കിൽ അതിന് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മൊല്ലാക്കാന്റെ ജോലി മുഖ്താറിന്റെ അടുക്കൽ നിന്നുള്ള വാർത്തകളൊക്കെ കൂടെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ്. അങ്ങനെ മൊല്ലാക്ക ആ സെൻട്രൽ ജയിലിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൊട്ടാരത്തിന്റെ ജയിലിന്റെ പുറത്തേക്കൊന്ന് വരാം. നാം പറഞ്ഞല്ലോ ഇബ്നു സിയാദ് എന്ന ആ ഗവർണറുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കുന്നത്, മുലപ്പാല് കൊടുക്കുന്നത് ഉമൈർ മൊല്ലാക്കയുടെ ജ്യേഷ്ഠന്റെ മകളാണ്. അവരുടെ ജോലി എന്താണ്? ആ പെൺകുട്ടി അവിടെയുള്ള കുട്ടികൾക്ക് മുല കൊടുക്കുന്ന പണിയാണ് ഉമൈർ മൊല്ലാക്കാന്റെ സഹോദരന്റെ പുത്രിക്ക്. എന്നാൽ തന്റെ എളാപ്പയായ ഉമൈർ എന്നവരെ ജയിലിൽ അടച്ചു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായും അദ്ദേഹത്തിന്റെ ആ ജ്യേഷ്ഠന്റെ മകൾക്ക് അവര് പോയിട്ട് ഇബ്നു സിയാദിന്റെ ഭാര്യയോട് പറയുന്നു ഉന്നുന്നേ നീ ഉമൈറത്തവർക്കുള്ളാകി തന്നോട് ബിന്ദാനേ ഒരുത്തി ഉണ്ടാമുബൈദ് ബിനോർകൾക്കെന്നാൽ മൂല ഊട്ടുന്നവൾ താനേ ക്ഷണത്തിൽ ഊക്കാതില വീടിക്കൊണ്ട മീരൻസോ ജത്തിന് മോളിന്താനേ. അദ്ദേഹത്തിന്റെ ഇബ്നു സിയാദിന്റെ ഭാര്യയോട് വന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ എളാപ്പാനെ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരില്
നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം കോഫായിലെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദാണ്. നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, അദ്ദേഹം തെറ്റുകാരനല്ല, നിങ്ങൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് ഇബ്നു സിയാദിന്റെ ഭാര്യയോട് ഉമൈർ മുല്ലാക്കാന്റെ സഹോദരന്റെ മകള് പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് പോയിട്ട് ഇബ്നു സിയാദിനോട് പോയിട്ട് ഭാര്യ പറഞ്ഞു, എന്റെ പൊന്നോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് ആ പാവപ്പെട്ട ഉമൈറിനെ നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്നത്? എന്തെങ്കിലും പാപമാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മീനെ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളാണ്, അത് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഭാര്യ പറഞ്ഞ വാക്ക് അവര് ഇബ്നു സിയാദ് കേൾക്കുകയും അങ്ങനെ ഉമൈർ മുല്ലാക്കാനെ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കൽപ്പന കൊടുക്കുകയാണ്. ഉമൈർ മുല്ലാക്ക എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണം, നിങ്ങൾ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമൈർ മുല്ലാക്കനെ അതാ ആ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കൽപ്പന കിട്ടിയപ്പോൾ അദ്ദേഹം അവിടെ കിടക്കുന്ന ആ ആളുകളോട് യാത്ര പറയാണ്. കൂട്ടത്തിൽ നാം പറഞ്ഞല്ലോ, മുഹ്താർ എന്നവരോട് യാത്ര പറയുകയാണ്. പ്രിയപ്പെട്ട മുഹ്താർ എന്നവരെ, ഞാൻ ജയിലിൽ വിട്ടുകൊണ്ട് പോവുകയാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്തേക്ക് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് സലാം ചൊല്ലി മുഹ്താറിന്റെ കൈ പിടിച്ചപ്പോൾ ആ മുഹ്താർ പറയാണ്, എന്റെ പ്രിയപ്പെട്ട മല്ലാക്ക, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം മല്ലാക്ക എന്ന് ബഹുമാനപ്പെട്ട ഉമൈർ മുല്ലാക്കയോട് ആ മുഹ്താർ ചോദിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, എന്താ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഹെൽപ്പ്? ആ സമയത്ത് അദ്ദേഹം പറയാണ്, ചിന്ത ആദെണ്ടാമേ എണ്ടാദിൻ പിന്നീട് ഒണ്ടേകിയൽ താനേ കേണീത്ത് ചീട്ടൊണ്ട് തീട്ടോവാൻ കൊഞ്ചം കറുത്താസും മിഞ്ചം മസിയാനേ കാലവും ശൈകേ നീരന്റെ നീക്കെത്തിക്കുമോനെ എണ്ടും ഉമൈറാനേ. മുഹ്താറിന്റെ അപേക്ഷയാണ് സഹോദരങ്ങളെ. അദ്ദേഹം പറയുന്നു, ഉമൈർ മുല്ലാക്ക, നിങ്ങൾ ജയിൽ മോചിതനായി നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം. നിങ്ങൾ അവിടെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുന്ന സമയം എനിക്ക് നിങ്ങൾ ഈ സെൻട്രൽ ജയിലിലേക്ക് ഒരു കടലാസിന്റെ കഷ്ണവും ഒരു മഷിക്കുപ്പിയും അതുപോലെ തന്നെ ആ മഷിയിൽ മുക്കി എഴുതാൻ ഒരു കലവും ഒരു പേനയും നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരണം. ഒരു കടലാസ്, അതുപോലെ ഒരു മഷിക്കുപ്പി, ഒരു കലം, ഇത് മൂന്ന് നിങ്ങൾ കൊണ്ടുവരണം. ഉമൈർ മുല്ലാക്ക ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെൻട്രൽ ജയിലിൽ നിന്നും ആ കോണി സ്റ്റെപ്പുകൾ ഓരോന്ന് കയറി സഹോദരങ്ങളെ പുറത്തേക്ക് വന്നു. അങ്ങനെ ഇബ്നു സിയാദിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, കൊണ്ടുവന്നു. ഉമൈർ മുല്ലാക്കയോട് പറഞ്ഞു, ഉമൈർ മുല്ലാക്ക, ഇനി മേലാൽ ഈ പ്രശ്നവുമായി നിങ്ങളെങ്ങാനും പിടിക്കപ്പെട്ടാൽ നിങ്ങൾ ഇനി ഒരു കാലത്തും ജയിലിൽ നിന്ന് മോചിപ്പിക്കൂല. അതുകൊണ്ട് എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങളെ വിടുകയാണ്, അതുകൊണ്ട് ഇനി ഇമ്മാരി പണിക്ക് നിങ്ങൾ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഉമൈർ മുല്ലാക്കാനെ താക്കീത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ ഉമൈർ മുല്ലാക്ക വീട്ടിലേക്ക് വന്നു. ഇനി മേലാല് ഇനി ഓത്തുപള്ളിയിൽ പഠിപ്പിക്കുന്ന പണി വേണ്ട, പഠിപ്പിച്ചതിനെ മതിയായിരുന്നു. അദ്ദേഹം ഓത്തുപള്ളിയൊക്കെ നിർത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹം എന്ത് ചെയ്തു, അവൾക്ക് കൊടുക്കാനുള്ള മഹറൊക്കെ തിരിച്ചു കൊടുത്ത് അവളെ തലാക്ക് ചൊല്ലി അവളെ പറഞ്ഞയച്ചു. ഇനി ഉമൈർ മുല്ലാക്കാക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയുമോ? സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മുഹ്താറിലേക്ക് ഒരു കടലാസിന്റെ കഷ്ണവും ഒരു പേനയും ഒരു മഷിക്കുപ്പിയും കൊണ്ടുപോയി കൊടുക്കണം. അതിന് എന്താണ് ഒരു വഴി? അദ്ദേഹം പലതും ചിന്തിച്ചു. കാരണം ഭൂമിന്റെ അടിയിലല്ല ജയിലിൽ കിടക്കുന്നത്, തുരന്നുകൊണ്ട് പോകാൻ പറ്റൂലല്ലോ. അതിന് ആരെ പിടിക്കണം? സെൻട്രൽ ജയിലിലെ കാവൽക്കാരനായ സജ്ജാൻ എന്ന പേരുള്ള ഒരാളുണ്ട്. സെൻട്രൽ ജയിലിൽ കാവൽക്കാരനെ പിടിച്ചാലേ സംഗതി നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ഉമൈർ മുല്ലാക്ക. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഒരു ആടിനെ അദ്ദേഹം നല്ല അറുത്ത് അതിന് നല്ല ഫ്രൈ ആക്കി നല്ല ഉഷാറാക്കി പൊരിച്ച് ഒരുപാട് പത്രിയൊക്കെ ചുട്ട് നല്ല ടേസ്റ്റ് രൂപത്തിലൊക്കെ തയ്യാറാക്കിയിട്ട് വൈകുന്നേര സമയം എന്ത് ചെയ്തു? ഉമൈർ മുല്ലാക്ക സെൻട്രൽ ജയിൽ കാവൽക്കാരനായ സജ്ജാനെ കാണാൻ വേണ്ടി ചെല്ലാം. എന്നിട്ട് വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തെ വിളിച്ചു. ഭാര്യ പറഞ്ഞു, സജ്ജാൻ ഇവിടെ ഇല്ല, അദ്ദേഹം ജയിൽ കാവൽക്കാരനായി പോയതാണ്. എന്നാൽ സജ്ജാൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന പലഹാരപ്പൊതി നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ട് ഉമൈർ മുല്ലാക്ക വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. ഉമൈർ മുല്ലാക്ക നേരെ സജ്ജാൻ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നിരുന്നു. അറിഞ്ഞു മുല്ലാക്ക, വന്ന കാര്യമൊക്കെ അറിഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്ന ആ ആടിന്റെ മാംസവും അതുപോലെ തന്നെ നിങ്ങൾ ചുണ്ട പത്രിയൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഉഷാറായിരുന്നു. എന്റെ മനസ്സും ശരീരമൊക്കെ നല്ലോണം കുളിർത്തു, എനിക്ക് വല്ലാത്ത സന്തോഷമായി എന്ന് ഉമൈർ മുല്ലാക്ക
സജ്ജാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമേർ മൊല്ലാക്ക പറഞ്ഞു, പ്രിയപ്പെട്ട സജ്ജാനെ, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ വിചാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മുഖ്താറിലേക്ക് ഞാൻ നിന്റെ അടുക്കിലേക്ക് ഒരു സാധനം തരാം, ഒരു കടലാസും ഒരു പേനയും ഒരു വശക്കുപ്പിയും. ഇത് നീ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മുഖ്താറിന് കൊടുക്കണം. കൊടുക്കൂല എന്ന് മൊല്ലാക്കാനോട് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഉമേർ മൊല്ലാക്കാന്റെ ഇറച്ചിയും പത്രി ആരെ വയറ്റിലാണ്? സജ്ജാന്റെ വയറ്റിലാണ്. കൊടുക്കൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞു. അത് വാങ്ങി വെച്ചു. എന്നാ പ്രിയമുള്ളവരെ, ഈ സമയത്ത് ആ സജ്ജാന്റെ വീട്ടിൽ വേറൊരു സംഭവം ഉണ്ടായിന്നാണ്. എന്ന് പറഞ്ഞാൽ സജ്ജാൻ ഒരു വളർത്തു മകനുണ്ട്, അവൻ വലുതായിട്ടുണ്ട്. അപ്പൊ അവനെ ഇനി ഒഴിവാക്കാന്നുള്ള കാര്യത്തിലേക്ക് സജ്ജാനും ഭാര്യ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവനെ വേണ്ട നമുക്ക് ഒഴിവാക്കാന്നുള്ളൊരു സംസാര വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഉമൈർ മല്ലാക്ക ഈ സംഗതിയുമായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. അപ്പൊ അവൻ മനസ്സിലാക്കിയത് പ്രതികാരം തീർക്കാം, പ്രതികാരത്തിന് വേണ്ടി അവൻ വഴിമാറുകയും പ്രതികാരം എടുക്കാൻ തീരുമാനിച്ചു. എന്ത്? എന്നെ സജ്ജാനെ ഇവിടെ ഒഴിവാക്കുകയാണെങ്കിൽ ഉമൈർ മല്ലാക്ക കൊണ്ടുവന്ന് കൊടുത്ത ഈ മഷിക്കുപ്പിയും പേനയും അതുപോലെ തന്നെ കടലാസും ഒക്കെ കൊടുത്ത വിവരം ഞാൻ കൊട്ടാരത്തിൽ പോയി പറയാമെന്ന് പറഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്തു? നിങ്ങള് നേരെ കൊട്ടാരത്തിൽ പോയിട്ട് ഇബ്നു സിയാദിനോട് പറഞ്ഞു, ഇബ്നു സിയാദ് അവരെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എന്താണ് മോനെ? സംഗതിയൊക്കെ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കുടുങ്ങിയില്ലേ? രാജാവിന്റെ കൽപ്പന എത്രയും പെട്ടെന്ന് ഉമൈർ മല്ലാക്കയും സജ്ജാനെയും കൊട്ടാരത്തിലേക്ക് ഹാജരാക്കുക. ഒരു പ്രശ്നം കഴിഞ്ഞ് മല്ലാക്ക പോയിട്ടുള്ളൂ. രണ്ടാമത് ഉമൈർ മല്ലാക്കാനെ സെൻട്രൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്, സജ്ജാനെ കൊണ്ടുവരികയാണ്. രണ്ടുപേർക്കും നല്ലോണം കൊടുത്തു. എന്താ നിങ്ങള്? അടി ചവിട്ടും കുത്തൊക്കെ കൊടുത്ത് നന്നാക്കി പെരുമാറി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതായിരിക്കുന്ന പരിപാടി ഒരിക്കലും ശരിയല്ല. നിങ്ങൾ കടലാസും പേനയും മഷിക്കുപ്പിയും നിങ്ങൾ സജ്ജാന്റെ കയ്യിൽ കൊടുക്കുന്നു, അത് മുഖ്താറിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഇത് സത്യമാണോ? അവർ പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. എന്നാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഖ്താറിലേക്ക് ഇവർ കൊടുത്തതായിരിക്കുന്ന കടലാസും പേനയും മഷിക്കുപ്പിയൊക്കെ രാജാവിന്റെ പട്ടാളക്കാർ ഇറങ്ങി പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മുഖ്താറിലേക്ക് ഈ സജ്ജാൻ ഇതുവഴി കൊടുത്തിരുന്നു. എന്നാൽ അവർക്ക് തെരഞ്ഞു കാണാതെയായപ്പോൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചല്ലോ എന്ന് മല്ലാക്കയും അതുപോലെ തന്നെ സജ്ജാനും പറഞ്ഞപ്പോൾ ആ വളർത്തു മകന്റെ വാക്ക് നുണയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പട്ടാളക്കാർ അവരതാ ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയാണ്. എങ്ങനെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ഉമൈർ മല്ലാക്കാനും സജ്ജാനും ഈ ഇബ്നു സിയാദിലേക്ക് വല്ലാത്ത പ്രിയമായി. കാരണം എന്താ? നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ അടിച്ചല്ലോ എന്നുള്ള ടെൻഷൻ അവർക്കുണ്ട്. അങ്ങനെ സെൻട്രൽ ജയിലിൽ കിടക്കുന്നതായ മുഖ്താറിലേക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഒരു പേനയും ഒരു മഷിക്കുപ്പിയും കടലാസും കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ അന്നില്ലല്ലോ. ഫോൺ സംവിധാനമോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. തന്റെ സഹോദരിക്ക് തന്റെ വേദനകൾ അറിയിക്കുന്നതിന് വേണ്ടി ഒരു കത്ത് എഴുതാൻ വേണ്ടിയാണ് മുഖ്താറ് ഈ പേനയും മഷിക്കുപ്പിയും കടലാസും വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ അതാ മഹാനായിരിക്കുന്ന മുഖ്താറിലേക്ക് ആ കത്ത് ആ കടലാസ് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വേദനയിൽ ചാലിച്ചതായിരിക്കുന്ന കഥകള് ആ കത്തിൽ എഴുതുകയാണ്. ആ കത്ത് എഴുതി എന്നിട്ട് പറയുന്നു, സജ്ജാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഈ കത്ത് അങ്ങനെ മദീനയിൽ എന്റെ സഹോദരിയുണ്ട്, അവരെ കയ്യിൽ നിങ്ങൾ ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമൈർ മല്ലാക്കാന്റെ കയ്യിൽ സജ്ജാനിത കത്ത് കൊടുക്കുകയാണ്. കൊണ്ടതാമേ കൊണ്ടരേക കണ്ടുവരെ മോനാ ഓർപുരി മാദീന പാർപ്പതു മാടിയ കൂടവാനെ പാർദനിൽ ഈ നെയ്യ് കത്ത് വാങ്ങി ഓർത്ത് ബന്ധം വാങ്ങി ചേർത്തുമൈറോരുങ്ങി തുണ്ടം രണ്ടും കൊണ്ടുപോവാൻ പിണ്ടഹിയൽ താനേ തൊല്ല സിജിന് വീണേ മൊല്ല ഹജ്ജിന് പോണേ. അദ്ദേഹത്തിന്റെ അടിയനും സഹോദരിയും ഉണ്ട് എവിടെ? പരിശുദ്ധമായിരിക്കുന്ന മദീനയിൽ. ആ മദീനയിലേക്കാണ് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. കൂഫയിൽ നിന്നും മദീനയിലേക്ക് കത്ത് കൊണ്ടുപോയി കൊടുക്കണം. എന്നാൽ കൂഫ വിട്ടുകൊണ്ട് പുറത്തേക്ക് ആരെങ്കിലും കടക്കുകയാണെങ്കിൽ അതിർത്തിയിൽ പട്ടാളക്കാര് കാവലാണ്. അതുകൊണ്ട് തന്നെ ഈ കത്തുമായി കൂഫായിന്റെ പുറത്തേക്ക് പോകുമ്പോൾ പട്ടാളക്കാര് പിടിക്കുമെന്ന് പേടി മല്ലാക്കാക്കുണ്ട്. അപ്പൊ മല്ലാക്ക വേറെ ഐഡിയ എടുത്തു. എന്താണെന്നറിയോ? ഇബ്നു സിയാദിനോട് പറഞ്ഞു, ഞാൻ ഈ വർഷം ഹജ്ജിന് പോവാണ്. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ എന്ത് ചെയ്യാം? ഈ കത്തുമായി പോവാം എന്ന് വിചാരിച്ചുകൊണ്ട് മല്ലാക്ക ഹജ്ജിന് പോകാന്ന് പറഞ്ഞപ്പോ ഹജ്ജിന് പോകാനുള്ള പൈസക്ക് ഇബ്നു സിയാദ് കൊടുത്തു. അതിനെല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയാണ്.
അങ്ങനെ ഉമൈർ മല്ലാക്ക ഈ കത്തുമായി നേരെ പ്രിയപ്പെട്ടവരെ കൂഫ വിട്ടുകൊണ്ട് മദീനയിലേക്ക് അദ്ദേഹത്തിന് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു വീട് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ചെല്ലുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും സഹോദരനെ കാണാത്ത ആ ദുഃഖത്താൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി ഭാര്യയെ ഭർത്താവെടുക്കുന്ന സമയത്ത് അവർ പറയുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട, എന്റെ സഹോദരൻ പോയിട്ട് എത്രയോ നാളുകളായി, എവിടെയാണെന്ന് വിവരവുമില്ല എന്ന് പറഞ്ഞ് സഹോദരനെ കുറിച്ചുകൊണ്ട് വേദനപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഉമൈർ മല്ലാക്ക അവിടേക്ക് എത്തുന്നത്. ഉമൈർ മല്ലാക്ക വാതിലിന് മുട്ടി അദ്ദേഹത്തെ വിളിച്ചുള്ളിലേക്ക് ഇരുത്തി ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. അദ്ദേഹം ഈ മുഹ്താറിന്റെ കത്തത ആ സഹോദരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മുഹ്താറിന്റെ കത്ത് അവര് വാങ്ങുന്നു, അവര് വായിക്കുകയാണ്. വായിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കത്ത് വായിച്ചുകൊണ്ടതാ പ്രിയപ്പെട്ട സഹോദരി വേദനയോട് കരയാണ്. അദ്ദേഹം ആ കത്തിൽ എഴുതിയിരിക്കുന്നറിയുമോ? ഉണ്ട് സത്തില് കൊണ്ട് ഭാഷം മണ്ഡലം കീഴത്തെ ഉള്ളിലെന്നാപേത്തെ കള്ളിയോ വാദീത്തെ ചെത്തിയൻ കാടുത്തിലും നെത്തെ സലാസീല ചോക്കിയം തവീല പോകവേ പുനര. ഒരു ഭൂമി അടിഭാഗത്തേക്ക് അടച്ചുകൊണ്ട് എന്നെ അതിൻ്റെ അകത്ത് താഴ്ത്തിയിരിക്കുകയാണ്. എന്റെ ശരീരത്തിലാണെങ്കിൽ വലിയ ചങ്ങലകളാണ്, എനിക്ക് തിരിയാനും അറിയാനും കഴിയുന്നില്ല. എന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്, ആ മുറിവിൽ പുരട്ടാൻ മരുന്നൊന്നുമില്ല എന്നുള്ള വേദനയോടുള്ള കത്തങ്ങ് വായിച്ചപ്പോൾ സഹോദരിയത അലമുറയിട്ട് കരയുകയാണ്. അവർ കരയുകയാണ്. അവസാനം ചുരുക്കി പറയട്ടെ, ആ കത്തെല്ലാം വായിച്ചു. ആ സഹോദരി പറയുന്നു, അതിന് മറുപടിയായിട്ട് ഒരു കത്ത് എഴുതിയിട്ട് പറയാണ്, ഈ കത്ത് ഇബ്നു സിയാദിനല്ല, അവരുടെ മേൽ അധിപനായിരിക്കുന്ന യസീദിലേക്ക് ആരാണ് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുക? യസീദ് പറഞ്ഞ ഡമസ്കസിലാണ്. ഡമസ്കസിലേക്ക് ഈ കത്തുമായി ആരാണ് പോകുക എന്ന് പറഞ്ഞപ്പോ അപ്പയും ഉമൈർ മല്ലാക്ക പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ ആ കത്ത്, അതായത് മുഹ്താറിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കത്തായിരുന്നു. ആ കത്ത് അദ്ദേഹത്തിന്റെ സഹോദരി എഴുതുകയും ബഹുമാനപ്പെട്ട ഉമൈർ മല്ലാക്ക ആ കത്തുമായി കൂഫയിൽ ആ മദീനയിൽ നിന്നും അങ്ങനെ ഡമസ്കസിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള കുതിരയെ അവർ സമ്മാനിക്കുന്നു. അങ്ങനെ ഈ കുതിരപ്പുറത്ത് കയറി ഉമൈർ മല്ലാക്ക നീണ്ട ദിവസങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം ഡമസ്കസിൽ എത്തിപ്പെടുകയാണ്. ഡമസ്കസിലാണ് മേലധിപനായിരിക്കുന്ന യസീദ് താമസിക്കുന്നത്. അവിടേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു പള്ളിയിലേക്ക് കയറുന്നു. ആ പള്ളിയിൽ അദ്ദേഹം 5 നേരവും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ചെല്ലും. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യും. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉമൈർ മല്ലാക്ക ദുആ ചെയ്യും, പടച്ചവനെ, എന്റെ ആഗ്രഹങ്ങളെ, എന്റെ വിഷമങ്ങളെ തീർത്തിരുന്നവർക്ക് നീ അല്ലാഹുവേ എല്ലാവിധ റഹ്മത്തും കരുണയും ചെയ്യണമേ എന്ന് ഈ മല്ലാക്ക ഇങ്ങനെ എല്ലാ നേരത്തും ദുആ ചെയ്യും. അപ്പൊ ഇത് കേട്ടപ്പോ പള്ളിയിലെ ഉസ്താദ് ചോദിച്ചു, അല്ല, നിങ്ങൾ കുറെ ദിവസമായി നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് നിങ്ങൾ എന്തുമുണ്ട് ഈ ഒരു ദുആ ചെയ്യുന്നു? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രയാസം? അപ്പം മല്ലാക്ക ആ ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ മുഹ്താർ എന്നൊരു ഒരാൾ അങ്ങനെ കൂഫയിൽ സെൻട്രൽ ജയിലിലുണ്ട്, അദ്ദേഹത്തെ മോചിപ്പിക്കണം, അതിനുള്ളൊരു പരിഹാരമാണ്, അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ദുആ ചെയ്യുന്നത്. അപ്പം മല്ലാക്കയോട് ആ പള്ളിയിലെ കാദിയായ ഉസ്താദ് പറയുന്നു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ഉമൈർ മല്ലാക്കയോട് പറയാണ്, നിങ്ങൾ യസീദിന്റെ പട്ടാളക്കാരുടെ വേഷം നിങ്ങൾ ധരിക്കണം, എന്നിട്ട് നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകണം. നിങ്ങളെ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. നിങ്ങളെ യഥാർത്ഥ പട്ടാളക്കാരുടെ രൂപത്തിൽ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തില് ആദ്യം ഒരു കവാടം കാണും. അവിടെ ഒരുപാട് പട്ടാളക്കാർ കാവലുണ്ടാകും. അവിടെ നിങ്ങൾ മെയിൻറ്റ് ചെയ്യാതെ രണ്ടാമത്തെ കവാടത്തിലേക്ക് നിങ്ങൾ കയറണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കരുതേ. അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു സുന്ദരനായിരുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടാവും. അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് യസീദിന് വല്ലാത്ത സ്നേഹമുണ്ട്. ആ കുട്ടിന്റെ കയ്യിൽ നിങ്ങൾ ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കണം. ആ കുട്ടി രാജാവിന് കൊടുത്താൽ നിങ്ങളെ നിഷ്പ്രയാസം മുഹ്താറിനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉമൈർ മല്ലാക്ക ഉസ്താദ് പറഞ്ഞതായിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളോടുകൂടെയും എല്ലാ കാര്യങ്ങളോടുകൂടെയും അതാ പ്രിയപ്പെട്ടവരെ അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് പട്ടാളക്കാരെ വേഷം ധരിച്ചുകൊണ്ട് ഈ ഉമൈർ മല്ലാക്ക അദ്ദേഹം അങ്ങനെ നടന്ന് ആ പറയപ്പെട്ട ആ കൂട്ടിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ ഉമൈർ മല്ലാക്കയോട് ഇങ്ങോട്ടൊരു ചോദ്യം, അല്ല ഉമൈർ എന്നവരെ, നിങ്ങൾ എന്താണ് ഇവിടെ എത്താൻ ഇത്ര താമസിച്ചത്? അപ്പോ അദ്ദേഹം ചോദിച്ചു,
ഞാനിവിടെ വന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം പറഞ്ഞു, എന്നോട് ഹബീബായിരിക്കുന്ന പ്രവാചക ഭൂമിയുടെ പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കത്ത് ആ കുട്ടി വാങ്ങുകയും ഇബ്നു യസീദ് എന്നവര് കുളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ കത്ത് യസീദിന്റെ കയ്യിൽ കൊടുക്കുകയും ആ കത്ത് വായിച്ചുകൊണ്ട്, അതായത് ഈ കുട്ടി എന്ത് പറഞ്ഞാൽ രാജാവ് അംഗീകരിക്കും, മറുത്തൊന്നും പറയൂല, ആ കത്ത് വായിച്ച് സീൽ വെച്ചുകൊണ്ട് അത് ആ കുട്ടിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതിലെന്താണ് എഴുതിയെന്നറിയുമോ? സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മുഖ്താറിനെയും കൂടെയുള്ള ആളുകളെയും ജയിലിൽ മോചിപ്പിക്കണമെന്നുള്ളതായ ആ നിർദ്ദേശമായിരുന്നു. അങ്ങനെ ആ കത്ത് ഉമേർ മല്ലാക്കാന്റെ കയ്യിൽ കൊടുക്കുകയും ഉമേർ മല്ലാക്ക നേരെ കൂഫയിലേക്ക് വരികയും ഇബ്നു സിയാദിന്റെ അടുക്കൽ ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുകയുമാണ്. മേലധിപനായിരിക്കുന്ന യസീദിന്റെ കൽപ്പനയെ അംഗീകരിക്കാൻ പറ്റുകയില്ലല്ലോ. ആ കത്ത് കിട്ടിയ ഉടനെ മഹാനായിരിക്കുന്ന മുഖ്താർ എന്നവരെയും അദ്ദേഹത്തോടൊപ്പം സെൻട്രൽ ജയിലിൽ കിടക്കുന്നവരെയും അതാ അദ്ദേഹം മോചിപ്പിക്കുകയാണ്. അങ്ങനെ ആ നീണ്ട ദിവസങ്ങള് ജയിലിൽ കിടന്നതായിരിക്കുന്ന മുഖ്താർ എന്നവരും അവിടെ കൂടെയുള്ള ആളുകളും അതാ പ്രിയപ്പെട്ടവരെ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനിയുള്ള സംഭവങ്ങളൊക്കെ അതിന് വേണ്ടിയുള്ള പ്രതികാരങ്ങളൊക്കെ എടുത്തതാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിഹാസം രചിച്ച ഒരു മതാധ്യാപകന്റെ ത്യാഗസുരവിലമായ ചരിത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാഹു തആല ഇത് കബൂലാക്കട്ടെ. അപ്പോ ഇത്രമാത്രം അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, അവരെ പ്രിയം വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു